പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ പ്രവർത്തകർക്കും വാത്സല്യനിധികളായ വിദ്യാർത്ഥികൾക്കും അഭിവാദനങ്ങൾ. നമ്മുടെ സൺഡേ സ്കൂൾ കലണ്ടർ ഇയർ സമാപനത്തോടടുക്കുകയാണ്. ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങുമ്പോൾ ഓൺലൈൻ പ്രോഗ്രാം ആദ്യമായിട്ടാണ് നമ്മൾ നടപ്പാക്കുന്നത്. അത് ആരംഭിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രേയർ, ഒരു സ്ലോഗൻ ചിന്തിക്കാനായിട്ട് ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. അത് അവെല്ലാം ഓർക്കുമല്ലോ, മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കും. ജീസസ് കോൾസ് മീ എന്നതായിരുന്നു. അത് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിൽ സൂക്ഷിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു ചിന്തയാണ്, നല്ലൊരു ചിന്ത. ജീസസ് കോൾസ് മീ. അത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സൺഡേ സ്കൂളിൻ്റെ ചുമതലക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ എല്ലാവരെയും കർത്താവ് വിളിക്കുന്നതിന് നിശ്ചയമായും ഒരു ഉദ്ദേശമുണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അത് ഫലപ്രാപ്തിയിലെത്തിയോ എന്നും അന്വേഷിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. നമ്മളെ വിളിച്ചത് ഭംഗിയായി വേദപഠനം നടത്തുവാനും ക്ലാസ്സുകൾ നടത്തുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അത് അസസ് ചെയ്യാനും പഠിക്കുന്നതിൽ സന്തോഷിക്കുവാനും അവയെ വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിരുന്നു ആ വിളി, കർത്താവിൻ്റെ വിളി. ആ വിളിയോട് നിങ്ങളെല്ലാവരും പ്രതികരിച്ചു. അത് വളരെ കൃതാർത്ഥത ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡൻ്റ് അച്ഛനും മദ്രാസിൻ്റെ ഡയറക്ടർ സാറും അതിൻ്റെ ഡിസ്ട്രിക്റ്റ് ചുമതലക്കാരും ഇൻസ്പെക്ടർമാരും ക്ലാസ് എടുത്ത അധ്യാപകരും ക്ലാസ് എടുക്കാത്ത അധ്യാപകരും അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കളായ എല്ലാ കുട്ടികളും, നിങ്ങളെല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നമായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം നടക്കുന്നത്. അതിൽ പാളിച്ചകൾ വരാതിരിക്കാൻ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, എങ്കിലും കണ്ടേക്കാം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളാവുന്നിടത്തോളം പിഴവ് കൂടാതെ നടത്താൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ അകമഴിഞ്ഞ് ആത്മാർത്ഥമായി അഭിനന്ദിക്കും. ഈ മാസം കൊണ്ട് ക്ലാസ്സുകളൊക്കെ ഏകദേശം തീരും. എന്നാലും 1-2 ക്ലാസ്സുകളിലെ നവംബർ പകുതി വരെയെങ്കിലും ക്ലാസ്സുകളുണ്ടാകും. നവംബർ 1-ാം ഞായറാഴ്ച മുതൽ റിവിഷനാണ്, പരീക്ഷയുടെ കാലഘട്ടം വരെ. ഇപ്പോൾ നവംബർ മാസത്തിൽ മുഴുവൻ പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ കൊണ്ടുവരാനും പിഴകൾ നീക്കാനും എവിടെയെങ്കിലും മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും പഠിച്ചതിനെ തന്നെ വീണ്ടും ഒന്ന് ഓർത്തെടുക്കാനും അങ്ങനെ അത് നമ്മുടെ അറിവിൻ്റെ ഭാഗമായി മാറ്റാനും. അതാണ് റിവിഷൻ എന്ന് പറഞ്ഞാൽ. കേവലം ഒന്നുകൂടെ വായിക്കുക എന്നല്ല, പഠിച്ചതെന്തോ അത് നമ്മുടെ മനസ്സിൽ നന്നായി സംഗ്രഹിച്ചു വെച്ച് ഏത് സമയത്തും തിരിച്ചെടുക്കത്തക്കവണ്ണം സംഗ്രഹിച്ചു വെക്കുക എന്നാണ്. നമ്മുടെ ഓർമ്മശക്തി തന്നെ 2 കമ്പാർട്ട്മെൻറ്റ്സാണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം മെമ്മറി, മറ്റേത് ലോങ് ടേം മെമ്മറി. പെട്ടെന്നൊരു കാര്യം പറഞ്ഞു ഓർത്തു മറന്നുപോകും. അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നുള്ളെങ്കിൽ അതിനെയാണല്ലോ ഷോർട്ട് ടേം മെമ്മറി, STM. എന്നാൽ വായിച്ചതോ പഠിച്ചതോ വീണ്ടും റിവൈസ് ചെയ്യുകയും ഓർത്തെടുക്കുകയും സംശയം തീർക്കുകയും വീണ്ടും വായിക്കുകയൊക്കെ ചെയ്താൽ അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറി LTMലേക്ക് മാറും. അത് പിന്നെ പെട്ടെന്നൊന്നും മറന്നു പോവുകയില്ല. ഇപ്പോൾ റിവിഷൻ കാലത്ത് നമ്മൾ എന്ത് പഠിച്ചോ അത് കുറേ കൂടെ ആഴമാക്കാനും വേണ്ടി, അതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ, ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് പാഠഭാഗങ്ങളെ മാറ്റാൻ, പേരുകൾ, വർഷങ്ങൾ, വിശദാംശങ്ങൾ ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാനുള്ള നല്ലൊരു കാലഘട്ടമാണ് റിവിഷൻ എന്ന് പറയുന്നത്. അതും നമ്മളുടെ ഉത്സാഹമായിട്ട് ചെയ്യണം. അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ കൂട്ടായി ഈ കാര്യം, ഈ സംരംഭം ഏറെ വിജയകരമാക്കണം. ഇന്നുവരെ നമ്മളെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു.
ഇനിയും അങ്ങനെ തന്നെ വേണം. എക്സാമിനേഷൻസ് നടക്കട്ടെ. ഞാൻ പലവരും ആവർത്തിച്ചതാണ്, നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം പരീക്ഷ എഴുതുക എന്നുള്ളതല്ല. എന്നാൽ പഠിച്ചത് എന്താണ്, എന്തുമാത്രം എന്നറിയാൻ ഒരു സ്കെയിലാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പഠനം തീരുന്നില്ല. വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും, പിന്നെയും വായിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ആ വായനയും അറിവും പഠനവും എന്നും വിപുലമായിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പഠിതാക്കൾ, സ്റ്റുഡൻസ് ആകുകയുള്ളൂ. വിദ്യാർത്ഥികൾ എല്ലാവരും പഠിക്കുന്നവരാണ്, അധ്യാപകരും പഠിക്കുന്നവരാണ്. അങ്ങനെ എല്ലാവരും ചേർത്തുള്ള പൊതുവായ പഠന പദ്ധതിയാണ് നമ്മുടെ ഈ സൺഡേ സ്കൂൾ പ്രോഗ്രാമിൽ നടക്കുന്നത്. ഓൺലൈൻ പ്രോഗ്രാം സാധാരണയുള്ള സൺഡേ സ്കൂളുമായിട്ട് വിഭിന്നമാണെന്ന് നമുക്കറിയാമല്ലോ. എങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ സ്മാർട്ട് ക്ലാസ് ഒന്നും ആയില്ലെങ്കിലും നമ്മളാവോളം സൺഡേ സ്കൂൾ മുടങ്ങാതെ നടക്കാൻ, അത് പ്രയോജനപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഈ കാര്യങ്ങളിൽ എല്ലാവരുടെയും തുടർന്നുള്ള സഹകരണം ഉണ്ടാകണം. വിദ്യാർത്ഥികളും അധ്യാപകരും മാത്രമല്ല, പേരൻസ് ഇതിനകത്തൊരു പ്രധാന റോളുണ്ട്. കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു എന്നെല്ലാം ഉറപ്പാക്കാൻ രക്ഷിതാക്കൾക്ക് ചുമതലയുണ്ട്. ആ സമയം അതിനുവേണ്ടി മാറ്റിവെക്കും. ആ ക്ലാസ്സിൻ്റെ സമയത്ത്, പരീക്ഷയുടെ സമയത്ത് കുട്ടികൾ വേറൊന്നിനും അവർ എൻഗേജ് ചെയ്യാതിരിക്കത്തക്കവണ്ണം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായി പേരൻസാണ്. അവർക്ക് മാത്രമേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ നമ്മുടെ പ്രോഗ്രാമിൽ പേരൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഈ 3 എലിമെൻറ്റ്സ്, ഘടകങ്ങളുടെ കൂട്ടായ കൈകോർത്ത് പിടിച്ചുള്ള ഒരു ശ്രമമാണ്. അതാണ് നടന്നു വന്നത്. ഇനിയും അങ്ങനെ ആയിരിക്കണം. ഇനി പാൻഡമിക്, COVID-19 അതിൻ്റെ ശക്തി കുറഞ്ഞു വന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് പഴയതുപോലെ നോർമൽ ക്ലാസ് റൂംസിൽ പോയി പഠിക്കാൻ അവസരം കിട്ടട്ടെ. നേരം അതനുസരിച്ച് ചെയ്യാം. അതുവരെ നമ്മൾ സൺഡേ സ്കൂൾ മുടങ്ങാതെ ഈ സംവിധാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണം. വീണ്ടും നമ്മൾ ആദ്യം കേട്ട ആ സ്ലോഗൻ മറക്കരുത്, ജീസസ് കോൾസ് മീ. നമ്മളോട് തന്നെ പറയണം, ജീസസ് കോൾസ് മീ ടു ദിസ് പ്രോഗ്രാം, ടു ലേൺ, ടു ടീച്ച് ആൻഡ് ടു കോഓപ്പറേറ്റ്, ടു പ്രൈസ് ഗോഡ്, ടു സിംഗ് ആൻഡ് ടു പ്രേ. ഈ കാര്യത്തിനെല്ലാം വേണ്ടി കർത്താവ് നമ്മളെ വിളിക്കുന്നു. എന്നാൽ ഈ പഠനം കൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും, ആരാധനയിൽ ബോധപൂർവ്വം പങ്കെടുക്കാനും, ചൊല്ലുന്ന പ്രാർത്ഥനകളുടെയും ഗാനങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കാനും, വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ വാട്ട് ഡു വി ബിലീവ് ആസ് ഓർത്തഡോക്സ്, അതിൻ്റെ ഒരു അടിസ്ഥാനമാണ് നമ്മുടെ ക്രീഡ് എന്ന് പറയുന്ന വിശ്വാസ പ്രമാണം. ഇതൊക്കെ നമ്മൾ തലനാരിൽ കീറി പഠിക്കുന്നവരാണ്, പഠിക്കുകയും വേണം. എന്താണ് സഭയുടെ പഠിപ്പിൽ, സഭയുടെ നോമ്പുകൾ, അതിൻ്റെ ആരാധനാക്രമം, ഇതെല്ലാം നമ്മൾ സൺഡേ സ്കൂളിൽ വെച്ച് തന്നെ അതിൻ്റെ അടിസ്ഥാനം ഇട്ടിട്ട് വേണം തുടർന്ന് പഠിക്കാനും ജീവിതത്തിലേക്ക് പോകാൻ. അതിനെല്ലാം നമുക്ക് സംഗതിയാക്കട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പഠനം തുടരട്ടെ. അതൊരിക്കലും അവസാനിക്കുന്നതല്ല. വേദപഠനം അവസാനമില്ലാത്തതാണ്. ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവാണ്. അതെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയണം, ജീസസ് കോൾസ് മീ, എന്നെ വിളിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കുഞ്ഞുങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ ആരാധനയാണ്. ആരാധനയുടെ സത്ത എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്നതായ ഗാനങ്ങളും അതിലെ വിശ്വാസ സത്യങ്ങളുമാണ്. ഈ ഗാനങ്ങൾക്ക് മോരിലെ പുളി എന്നതുപോലെ അതിന് അതിൻ്റേതായിരിക്കുന്ന ജീവൻ കൊടുക്കുന്നത് അതിൻ്റെ സംഗീതമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഉപയോഗിക്കുന്ന സുറിയാനി സംഗീതം, സുറിയാനി സംഗീതം 2 തരത്തിലുണ്ട്, പൗരസ്ത്യവും പാശ്ചാത്യവും. നാം അംഗീകരിച്ചിരിക്കുന്നത് പാശ്ചാത്യ സുറിയാനി സംഗീതമാണ്. ഈ സംഗീതം ഏകദേശം 4-ാം നൂറ്റാണ്ട് മുതൽ ഉത്ഭവിച്ചു വന്നതാണ്. വിശുദ്ധനായ അപ്രേമിൻ്റെ കാലം മുതലാണ്
നമ്മുടെ സഭാസംഗീതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നതിൽ തെറ്റില്ല. സഭാപിതാക്കന്മാരായ വിശുദ്ധ അപ്രേം, സെരൂഗിലെ യാക്കൂബ്, അലെപ്പോയിലെ വിശുദ്ധനായ ബാലായ്, ഷമഊൻ കൂഖോയോ, അതുപോലെ അന്ത്യോക്യയിലെ വിശുദ്ധ സേവേറിയോസ് എന്നീ പിതാക്കന്മാരെ പ്രധാനമായിട്ടും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ പിതാക്കന്മാരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതായ അവരുടെ പഠിപ്പിക്കലുകൾ, അവരുടെ കവിതകളെല്ലാം പിൽക്കാലത്ത് വളരെയധികം വിശ്വാസ സത്യങ്ങൾ പ്രചരിപ്പിക്കുവാനും അതുപോലെ ആരാധിക്കുവാനുമായി ഉപയോഗിച്ചു. മധ്യ നൂറ്റാണ്ടുകളിൽ മിഡിൽ ഈസ്റ്റിലുണ്ടായതായ ആശ്രമ പ്രസ്ഥാനങ്ങളാണ് ഇവയ്ക്ക് കൂടുതൽ ജീവൻ കൊടുത്തത്. സന്യാസ ആശ്രമങ്ങളിൽ സന്യാസിമാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. ആരാധനയ്ക്ക് വേണ്ടുന്നതായ കവിതകൾ ഉണ്ടാക്കുക, പുസ്തകങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം ഇക്കാലത്ത് നടന്നിരുന്നു. അങ്ങനെ ആരാധനാക്രമത്തിനെ കൂടുതൽ രുചികരമാക്കുവാൻ തക്കവണ്ണം രൂപകൽപ്പന ചെയ്തു വന്നതാണ് ആരാധനയിലെ സംഗീതത്തിലെ നിറങ്ങൾ എന്ന് പറയുന്നതായ ഒരു കൺസെപ്റ്റ്. ഇത് സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, ഗ്രീക്ക് സഭയ്ക്കും ലത്തീൻ സഭയ്ക്കും എല്ലാം ഉള്ളതാണ്. ഗ്രിഗോറിയൻ ചാൻഡ് എല്ലാം 8 നിറത്തിൽ പാടുന്ന രീതിയുണ്ട്. ബൈസന്റൈൻ സഭയ്ക്കും അവരുടെ പാട്ടുകൾ 8 വിധത്തിൽ പാടുന്ന രീതിയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഗാനങ്ങൾ പരിശോധിച്ചാലും ഇവയിൽ 8 രാഗങ്ങളിൽ 8 നിറങ്ങളിൽ പാടുക. രാഗങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് നിറം എന്ന് പറയുന്നത്. സംഗീതത്തിന് നിറമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കൂടി ലയിച്ചു വരുന്നതായ, ചെവിയിൽ കൂടി നാം കാണുന്നതായ ആ നിറങ്ങൾ, ഇത് ഒരു മിസ്റ്റിക് കൺസെപ്റ്റാണ്. സന്യാസാശ്രമങ്ങളിൽ ജീവിക്കുന്ന ആധ്യാത്മികതയുടെ കൊടുമുടിയിൽ എത്തിയതായ ആധ്യാത്മിക ആചാര്യന്മാരുടെ മനസ്സിൽ കൂടി ഉരുത്തിരിഞ്ഞു വന്നതാണ് നിറം എന്ന് പറയുന്നതായി കൺസെപ്റ്റ്. അപ്പോൾ ഇത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായി പാട്ടുകളിൽ വൈവിധ്യത്തിൻ്റെ ഭാവം അവർ കൊണ്ടുവന്നു. നമുക്കറിയാം, നമുക്ക് ചോറും അതിന് പറ്റിയ ഒരു കറിയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ കുറച്ച് ചോറേ ഉണ്ണത്തുള്ളൂ. നേരെ മറിച്ച് അതിന് ടേസ്റ്റ് കൊടുക്കുന്ന വേറെ വേറെ കറികൾ ഉള്ളപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നത് പോലെ സംഗീതത്തിലും വിവിധങ്ങളായിരിക്കുന്ന വർണ്ണങ്ങൾ വന്നപ്പോൾ ആരാധിക്കുവാനുള്ളതായ ഒത്തിരിയധികം വ്യഗ്രത അന്ന് സന്യാസിമാർക്കുണ്ടായി. അങ്ങനെ അവർ രൂപകൽപ്പന ചെയ്തതായി ഒരു സംഗീത പാഠ്യ പദ്ധതിയുണ്ട്. ഇതാണ് ഇതിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ കാനോൻ എന്ന് പറയുന്നത്. നിറങ്ങളുടെ പേര് ഇതിന് അഷ്ടരാഗങ്ങൾ എന്ന് പറയും. ഒക്ടോ എക്കോസ് എന്ന് ഗ്രീക്കിലും അതുപോലെ ഇംഗ്ലീഷുകാരും ഒക്ടോ എക്കോസ്, അഷ്ടരാഗങ്ങൾ. നമ്മൾ അതിന് നിറങ്ങൾ എന്ന് പറയുന്നു. ഈ നിറങ്ങൾ നമ്മൾ പല സമയത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ചിട്ടയായിട്ട് ഓരോ നിറങ്ങളും എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ സൺഡേ സ്കൂൾ വഴിയായി കൊച്ചി ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നതായ പരിപാടി. സാധാരണ വൈദിക സെമിനാരികളിലും ആശ്രമങ്ങളിലും മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പൊതുജനങ്ങളിലേക്ക്, ഇടവക തലങ്ങളിലേക്ക് ഇത് ഇറക്കുവാൻ തക്കവണ്ണം ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഇതിനകത്ത് മുൻകൈ എടുക്കുന്നതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. മക്കൾ എല്ലാവരും ഇത് പഠിച്ച് ഞായറാഴ്ചകളിൽ നമ്മുടെ ആരാധനയിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇന്ന് നാം കാണുന്നതിലും വളരെ വ്യത്യസ്തമായിരിക്കുന്നതായ, വളരെ മനോഹരമായിരിക്കുന്ന ഒരു സംഗീതം നമുക്ക് ദേവാലയങ്ങളിൽ കേൾക്കുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ഇത് പഠിക്കുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയ MP ജോർജ് അച്ഛൻ. കുക്കുലിയോൻ, നിറം 1. നിന്നാൾ സ്തുതിയോടു രാജമകൾ, ഹാലേലൂയ ഹാലേലൂയ. നിൻ വലമായി രാജഭാമിനിയും ബാറക്കുമോർ മെൻ ഓലം വാദാമുൽവോലം വൽമീനാമീൻ. യക്ബോ. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരങ്ങളിൽ
കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. നിറം 2. നിന്നു മഹിമയോടാ രാജകുമാരി ഹാലേലുയ്യ. വലതുവശത്തായി രാജേശ്വരിയും ബാർക്കുമോ. മെനവോലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ. കാക്കുക നാഥസ്ലീബായാൽ ഉണ്ണികളെ സ്നാനാർത്ഥികളെ. കുക്കുലിയോൻ 3. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ. സേവിക്കും ഞാൻ അരജനയെന്നുര ചെയ്യും. ബാർക്കുമോ. മെനഓലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ. എന്നാഥാ നിൻ കൃപ നിന്നെ ഇപ്പാപികളിൽ ചായിച്ചു. നിൻ സ്ലീബാച്ചിറകിൽ തൂങ്ങും. നിൻ സഭമേൽ കൃപ തോന്നേണം. നിറം 4. വാഴ്ത്തുക കർത്തനെ യെരൂശലേമേ ഹാലേലൂയ. വാഴ്ത്തുക സിയോനെ നിൻ ദൈവത്തെ. ബാർക്കുമോ. മെനവോലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ. കർത്താവേ കൃപ ചെയ്യണമേ. മാതൃവിശുദ്ധ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും നൽകിയിടേണം. കുക്കുലിയോൻ 5. എൻ പ്രാർത്ഥന നാഥ കേൾക്കണമേ ഹാലേലൂയ. എൻ്റെ വിലാപം പൂകണമേ നിൻ സന്നിധിയിൽ. ബാർക്കുമോ. മെനഓലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ. മശിഹ ജീവിച്ചെഴുന്നേറ്റു. കാവൽക്കാർ ലജ്ജപ്പെട്ടു. തൻ പ്രിയയാം സഭ സന്തോഷത്താൽ ആത്മപ്രിയനെ വാഴ്ത്തും. കുക്കുലിയോൻ 6. വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ ഹാലേലൂയ. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ. ബാർക്കുമോ. മെനോലം വാദാമൊലവോലം ഉൽമീനാമീൻ. യക്ബോ. പ്രാർത്ഥിപ്പാൻ നീ നിൽക്കുമ്പോൾ സന്താപത്തോടെ കാഗ്രം ചിന്തകളെ കടിഞ്ഞാണിട്ട് ചിത്തത്തെ നിർത്തിയിടേണം. കുക്കുലിയോൻ 7.
മോദിക്കട്ടെ പരം നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി ബാറക്കുമോ മെനോലം വാദാമുലവോലം ഉൽമീനാമീൻ. യക്ബോ ശുചിയോടു ശുദ്ധ്യാബേസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാനദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. കുക്കുലിയോൻ 8. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹാലേലൂയ, ദ്വേഷികളെ മെതിച്ചിടുന്നിൻ നാമത്തിൽ ബാറക്കുമോ മെനോലം വാദാമുൽവോലം ഉൽമീനാമീൻ. യക്ബോ സ്ലീബാവെന്നു വെല്ലുന്നു, സ്ലീബാവിദ്വേഷിയെ വെന്നു, സ്ലീബായെ സാക്ഷിച്ചോർക്കായി സ്ലീബായാകട്ടെ കോട്ട. ഈ നിറങ്ങൾ പെത്ഗോമോ, കുക്കുലിയോനിലെ പെത്ഗോമോ എന്ന വിഭാഗത്തിലേക്ക് എങ്ങനെ ചേർത്ത് പാടാം എന്നുള്ളതിന് ഉദാഹരണം. 1-ാം നിറം നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 2. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 3. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 4. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 5. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 6. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 7. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. 8. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയും. യക്ബോ ഒരു പോലിങ്ങും മാർത്തോമ ഉണ്ടേ മേലും നിന്നോർമ്മ ഉതകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 2. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലാലിവാൻ തൻ
പക്കലപേക്ഷയണക്കേണം. യക്ബോ 3. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 4. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 5. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 6. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 7. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. യക്ബോ 8. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണക്കേണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 25, സത്യം വിലയേറിയ നിധി. സത്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം ദൈവം സത്യമാണ്, അല്ലേ? നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, മന്ദിരമാണ് എന്നെല്ലാം വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ശരീരമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരവും മനസ്സും ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളത്
നന്നായി സൂക്ഷിക്കണമല്ലോ. സത്യസന്ധമായി സൂക്ഷിക്കണം. എങ്ങനെയാണ് നമ്മുടെ മനസ്സ് സൂക്ഷിക്കുക? സത്യസന്ധമായി സൂക്ഷിക്കാം. ശരീരം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം. അതുപോലെ നമ്മുടെ മനസ്സ് വൃത്തിയായി സൂക്ഷിക്കുന്നത് നമ്മുടെ മനസ്സിൽ കളങ്കമില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ കള്ളത്തരമില്ലാത്തപ്പോൾ. അപ്പൊ നമ്മുടെ ശരീരവും മനസ്സും വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ദൈവം വസിക്കുന്ന നമ്മളിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ വീട് നല്ല നീറ്റും ക്ലീനും ആക്കി ഇടും അല്ലേ? അതുപോലെ അതിലും വലിയ ഒരാളാണ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും സത്യസന്ധമായിട്ടും വൃത്തിയായിട്ടും വെക്കേണ്ടതും അത്യാവശ്യമാണ്. സത്യസന്ധതയുടെ ഇമ്പോർട്ടൻസ്, സത്യത്തിന്റെ വില ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥ ടീച്ചർ പറയാം. ഒരിടത്തൊരിടത്തൊരു ബാലൻ ഉണ്ടായിരുന്നു. ആ ബാലന്റെ വീട്ടുമുറ്റത്ത് ഒരു മാവിന്റെ തൈ ബാലന്റെ പിതാവ് നട്ടിരുന്നു. ബാലന്റെ പിതാവ് ആ തൈ വളരെ ഓമനിച്ച് പരിപാലിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഒരു ദിവസം തൻ്റെ അച്ഛൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു കൈക്കോടാലിയുടെ ആക്സ്, അതിൻ്റെ മൂർച്ച എത്രയെന്ന് പരിശോധിക്കാം എന്നോർത്ത് ഈ ബാലൻ ആ ആക്സ് ഉപയോഗിച്ച്, ആ കൈക്കോടാലി ഉപയോഗിച്ച് ആ മാവിൻ തൈ വെട്ടി. നല്ല മൂർച്ച ഉണ്ടായിരുന്ന കൈക്കോടാലിയാണ്. ആ മാവിൻ തൈ മുറിഞ്ഞു വീണു. പിതാവ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മാവിൻ തൈ, താൻ ഓമനിച്ച് വളർത്തിയിരുന്ന മാവിൻ തൈ മുറിഞ്ഞു കിടക്കുകയാണ്. ഇതാരാണ് ചെയ്തത് എന്ന് പിതാവ് ദേഷ്യത്തോടെ ചോദിച്ചു. ആ ബാലന് ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. കാരണം പിതാവ് ഓമനിച്ച് വളർത്തിയ മാവിൻ തൈയാണ്. താൻ സത്യം പറഞ്ഞാൽ എന്തായാലും തനിക്ക് വഴക്ക് കിട്ടും, അടി കിട്ടും എന്നെല്ലാം പേടിയുണ്ടായിരുന്നു. എങ്കിലും സത്യം പറയണം എന്നുള്ളത് കൊണ്ട് ആ ബാലൻ പിതാവിനോട് തുറന്നു പറഞ്ഞു, അച്ഛൻ, ഞാനാണത് ചെയ്തത്. കൈക്കോടാലിയുടെ മൂർച്ച നോക്കാൻ വേണ്ടി ചെയ്തതാണ്. സത്യസന്ധമായി താൻ ചെയ്ത കാര്യം ആ ബാലൻ തുറന്നു പറഞ്ഞതുകൊണ്ട് ആ പിതാവ് ആ ബാലനോട് ക്ഷമിച്ചു. ഈ ബാലൻ പിന്നീട് ആരായി മാറിയെന്നറിയാമോ? അമേരിക്കയുടെ പ്രസിഡന്റായി തീർന്ന ജോർജ് വാഷിങ്ടൺ ആണ് ഈ കഥയിലെ ബാലൻ. നമ്മളെല്ലാവരും നമ്മളുടെ ഈ താൽക്കാലിക ഓരോ നേട്ടങ്ങൾക്കായി അല്ലെങ്കിൽ ലാഭത്തിനായി, അതായത് ടെമ്പററി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സുഖത്തിന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ടീച്ചറിൻ്റെ വഴക്കിൽ നിന്ന് ഒന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ പാരൻസ് വഴക്ക് പറയുന്നതിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് നുണ പറയും. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കളിക്കാൻ പോകാൻ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ നുണ പറയും. പക്ഷെ താൽക്കാലിക ഇങ്ങനെയുള്ള ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ നുണ പറയുന്നത് പിന്നീട് നമുക്ക് വലിയൊരു വിപത്തായി മാറും. നമ്മളങ്ങനെ നുണ പറഞ്ഞ് ശീലിച്ചാൽ ഒരു നുണ കവറപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മറയ്ക്കാൻ വേണ്ടി അടുത്ത നുണ പറഞ്ഞ് അങ്ങനെ നമ്മൾ സത്യത്തെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സത്യം കൈമോശം വരും. അത് പിന്നീട് നമ്മുടെ ജീവിതത്തെ വളരെ മോശമായി ബാധിക്കുന്ന കാര്യമാണ്. ഒരിക്കലും നമ്മൾ വഴക്കിൽ നിന്ന് മാറിപ്പോകാൻ, അല്ലെങ്കിൽ നമുക്ക് വഴക്ക് കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു താൽക്കാലിക സുഖം ലഭിക്കാൻ വേണ്ടിയിട്ട് നുണ പറയരുത്. അത് നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ മോശമായി വരും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സത്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും നിൽപ്പിൻ. എഫേസ്യർ 6:14. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 12:17. സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ. സദൃശ്യവാക്യങ്ങൾ 12:19. ക്രിസ്തുവിന്റെ കുരിശുമരണം തന്നെ സത്യത്തിന് സാക്ഷിയാണ്. ദുഃഖ വെള്ളിയാഴ്ച മൂടിവെച്ച സത്യം, ക്രിസ്തു ദൈവപുത്രനാണ്, ലോകത്തെ രക്ഷിക്കാൻ വന്നതാണ് എന്നുള്ള സത്യം ഒരു ദുഃഖ വെള്ളിയാഴ്ച കുരിശുമരണത്തിലൂടെ മൂടിവെച്ചെങ്കിലും ആ ഞായറാഴ്ച തന്നെ ആ സത്യം മറ നീക്കി പുറത്തു വന്നു. അപ്പോൾ സത്യം ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. സത്യം എന്നെങ്കിലും പുറത്തു വരും. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്നതിലെല്ലാം സത്യസന്ധത വേണം. നമ്മുടെ വികാരങ്ങളും ചിന്തകളും ദൈവം എപ്പോഴും നോക്കി കാണുന്നുണ്ട്. ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്.
സ്ട്രേറ്റ് ടു അവർ ഹാർട്ട്. അപ്പം നമ്മുടെ ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചിന്തകളും വിചാരങ്ങളും വരെ സത്യസന്ധതയുള്ളതായിരിക്കണം. ഒരു കഥ കൂടിയുണ്ട്, പ്രിസ്കില്ലയെയും അക്വിലയെയും കുറിച്ച്. പ്രിസ്കില്ല ഭാര്യയും അക്വില ഭർത്താവുമാണ്. ഈ ഭാര്യ ഭർത്താക്കന്മാർ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കൂടാരം ഉണ്ടാക്കുക എന്ന തൊഴിലിലായിരുന്നു ഇവർ ഏർപ്പെട്ടിരുന്നത്. പൗലോസ് ശ്ലീഹ കോറിന്തിലെത്തിയപ്പോൾ ഇവരോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഇവർ പിന്നീട് വലിയ സുവിശേഷ പ്രഘോഷകരായി മാറുകയും റോമിൽ വെച്ച് രക്തസാക്ഷികളാവുകയും ചെയ്തു. അവർ തങ്ങളുടെ തൊഴിലും എല്ലാം ഉപേക്ഷിച്ചത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി. അങ്ങനെ തങ്ങളുടെ ജീവിതം തന്നെ ക്രിസ്തുവിനായിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അക്വിലയും പ്രിസ്കില്ലയും മാതൃകാപരമായ സത്യസന്ധതയോടെയുള്ള ജീവിതം കാഴ്ചവെച്ചവരാണ്. മറ്റൊരു ഭാര്യ ഭർത്താവിനെ കുറിച്ചുകൂടി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്, അനന്യാസും സഫീറയും. അന്നത്തെ കാലത്ത് തങ്ങളുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് പിന്നീടുള്ള തങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് ദൈവം ഒരു വഴി കാണിച്ചു തരും എന്ന വിശ്വാസത്തിൽ തങ്ങളുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് ആദിമ സഭയെ അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അനന്യാസും സഫീറയും തങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്ഥലം വിറ്റ് ആ പണം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അവരങ്ങനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിനൊരു കാരണമുണ്ടായിരുന്നു. അവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു പേരും പ്രശസ്തിയും കിട്ടണം എന്നുകൂടി അവർ സീക്രട്ടായിട്ടൊന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോഴും, അല്ലേ? ദാനം ചെയ്യുമ്പോൾ 4 ആളുകളെ അറിയിച്ച് തങ്ങൾക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ദാനം കൊടുക്കുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നവർ, പള്ളിക്ക് കൊടുക്കുന്നവരൊക്കെ. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാകണം. അപ്പം നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. തങ്ങളുടെ സ്ഥലം വിറ്റ് അത് അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കാൻ അനന്യാസും സഫീറയും തീരുമാനിച്ചു. എന്നാൽ അതിൽ നിന്ന് ഒരു തുക തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാൻ ആരും അറിയാതെ അവർ തീരുമാനിച്ചു. അങ്ങനെ മാറ്റിവെച്ച തുക ഒഴിച്ച് ബാക്കി തുകയുമായി പത്രോസ് ശ്ലീഹായുടെ അടുത്ത് ചെന്ന അനന്യാസ്. എന്നാൽ പത്രോസ് ശ്ലീഹ ഇത് മനസ്സിലാക്കി. പത്രോസ് ശ്ലീഹ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നോടല്ല കളവ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ദൈവത്തോടാണ്. അനന്യാസിൻ്റെ ഭാര്യയായ സഫീറയും ഇതേ കള്ളം തന്നെ ആവർത്തിച്ചു. അവർ നേരിട്ട് അപ്പസ്തോലന്മാരോട് കള്ളം പറഞ്ഞില്ല എങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ അവർ കളങ്കമുള്ളവരായി മാറി. അതിൻ്റെ ഫലമായി അവർക്ക് മരണശിക്ഷയാണ് കിട്ടിയത് എന്ന് വേദപുസ്തകം. ലോക നേതാക്കന്മാരായ ഒരുപാട് പേർ സത്യത്തെ മുറുകെ പിടിക്കുന്നവരാണ്, സത്യസന്ധരാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സത്യസന്ധത എപ്പോഴും കൂടെ കൊണ്ടു നടന്ന ഒരു ആളായിരുന്നു. ലോക നേതാക്കന്മാരെ എടുത്താൽ മാർട്ടിൻ ലൂതർ കിങ് സത്യസന്ധത എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരാളായിരുന്നു. ലോക നേതാക്കന്മാരായി തീർന്ന, ആളുകൾക്ക് മാതൃകയായി തീർന്ന എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അവരുടെ സത്യസന്ധത ആണ്. അതാണ് സത്യത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം. നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എപ്പോഴും സത്യത്തിന് കൂടെയായിരുന്നു എന്നതിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കഥ പറയാം. മഹാത്മാഗാന്ധിയുടെ സ്കൂളിൽ, മഹാത്മാഗാന്ധിയുടെ പേര് മോഹൻദാസ് എന്നായിരുന്നു. മോഹൻദാസ് പഠിച്ചിരുന്ന സ്കൂളിൽ ഒരു ദിവസം ഒരു ഇൻസ്പെക്ടർ ചെക്കിങ്ങിനായി വന്നു. നമുക്കറിയാം, ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് DEO ഒക്കെ ക്ലാസ് ഇൻസ്പെക്ഷന് വേണ്ടി വരുമല്ലോ. അങ്ങനെ ഇൻസ്പെക്ഷനായിട്ട് ഒരു സർ വന്നു. അപ്പോൾ മോഹൻദാസിൻ്റെ ക്ലാസ്സിൽ വന്ന ഈ ഇൻസ്പെക്ടർ കേട്ടെഴുത്ത് കുട്ടികൾക്ക് ഇട്ടു. കേട്ടെഴുത്തെന്ന് പറഞ്ഞാൽ ഡിക്റ്റേഷൻ, വാക്കുകൾ പറയും, നമ്മൾ അതിൻ്റെ സ്പെല്ലിംഗ് എഴുതണം. അങ്ങനെ ഡിക്റ്റേഷൻ ഇട്ടു. മോഹൻദാസിൻ്റെ ക്ലാസ് ടീച്ചറും ഉണ്ടായിരുന്നു. കുട്ടികൾക്കെല്ലാം അറിയാമോ, ടീച്ചർ നന്നായാണോ പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണല്ലോ ഇൻസ്പെക്ടറുടെ ജോലി. എല്ലാ വിദ്യാർത്ഥികൾക്കും 5 വാക്കുകളാണ് കൊടുത്തത്. മോഹൻദാസിന് അതിലെ ഒരു വാക്ക് കെറ്റിൽ, KETTLE
കെറ്റിൽ എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് അറിയില്ലായിരുന്നു. അതിൻ്റെ സ്പെല്ലിംഗ് അറിയാതെ വിഷമിച്ചിരുന്ന മോഹൻദാസിൻ്റെ അടുത്തേക്ക് ക്ലാസ് ടീച്ചർ ചെന്നിട്ട് പറഞ്ഞു, അടുത്തിരിക്കുന്ന കുട്ടിയുടെ സ്ലേറ്റിലേക്ക് നോക്കി അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. ആ ടീച്ചർ അങ്ങനെ പറയാൻ കാരണം മറ്റൊരാൾ വന്നിരിക്കുകയാണ്, ഒരു ഇൻസ്പെക്ടർ. അവരുടെ മുന്നിൽ നാണം കെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത ഒരു കള്ളത്തരം. എന്നാൽ മോഹൻദാസ് അത് ചെയ്യാൻ റെഡിയായില്ല. അത് മാത്രമല്ല, തൻ്റെ ടീച്ചർ തന്നോട് അങ്ങനെ ഒരു കള്ളം കാണിക്കാൻ പറഞ്ഞത് മോഹൻദാസിന് അത്ഭുതമായിരുന്നു. മോഹൻദാസ് അതിൻ്റെ സ്പെല്ലിംഗ് എഴുതിയില്ല. അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവരുടെയും കൊടുത്ത 5 വാക്കുകളുടെ സ്പെല്ലിംഗ് കറക്റ്റായിരുന്നു. അപ്പോൾ മോഹൻദാസിന് എന്തായാലും ഒരു നാണക്കേട് ആ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും താൻ മുറുകെ പിടിച്ച സത്യത്തെ വിട്ടുകളയാൻ മോഹൻദാസ് തയ്യാറായില്ല. നമുക്ക് ഈ പാഠം തരുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സത്യം മാത്രം നമ്മൾ പറയുമ്പോൾ ചെറിയ ചില നഷ്ടങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകും. പക്ഷേ അവസാനം നമുക്ക് ജീവിത വിജയം ഉണ്ടായിരിക്കും. സത്യസന്ധതയുള്ളവർക്ക് മാത്രമേ ജീവിത വിജയം ഉണ്ടാകൂ. നമ്മളെല്ലാവരും ക്രിസ്ത്യൻസ് ആണ്. ക്രിസ്ത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ അനുയായി എന്നാണല്ലോ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. അപ്പോൾ ക്രിസ്തുവിൻ്റെ സത്യസന്ധത നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം. ദൈവം സത്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ ജീവിതം വഴി സത്യത്തിനൊപ്പമാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്രൈസ്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രീച്ച് ചെയ്യാനായിട്ട് സാധിക്കൂ, നമുക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ ഏറ്റവും എളുപ്പം നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് പറ്റുന്നത് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ, നിങ്ങളുടെ സ്കൂളുകളിൽ സത്യത്തിനൊപ്പം നിൽക്കുക. ചിലപ്പോൾ ചില വഴക്ക് കേൾക്കേണ്ടി വരും, ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയേണ്ടി വരും, ചിലപ്പോൾ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ടീച്ചർ ഒന്ന് ശിക്ഷിക്കും. എന്നാലും സാരമില്ല, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സത്യം മുറുകെ പിടിക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിലായാലും സ്കൂളിലായാലും കൂട്ടുകാരുടെ ഇടയിലായാലും സത്യം മാത്രമേ പറയൂ എന്നൊരു പ്രതിജ്ഞ എടുക്കണം. സത്യത്തിന് ഒരു വിലയും കൊടുക്കാതെ തൻ്റെ ഇടത്തോടും അഹങ്കാരത്തോടു കൂടിയും ജീവിക്കുന്നവർക്ക് പിന്നീട് ജീവിതത്തിൽ അതോർത്ത് വിഷമിക്കേണ്ടി വരും. മനപ്പാഠവാക്യം. ആകയാൽ ഭോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം ആചരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. എഫേസ്യർ 4:25. നമുക്കൊരു നിശ്ചയമെടുക്കാം. എല്ലാവരും ഒരുമിച്ച് ചെല്ലുക. എന്തു പ്രയാസങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ എന്നും സത്യം മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും.